എന്തായാലും ബയോളജിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ബേസ് മുതൽ സ്റ്റാർട്ട് മുതൽ അങ്ങ് തുടങ്ങുവാണ്. ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നോട്ട് എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ്, നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ തയ്യാറാക്കിയ ആ ഒരു ഷോർട്ട് നോട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതായത് ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കുകയാണ്, അല്ല എൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ ബയോളജിയിൽ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാം ആണ് എങ്കിൽ അവിടെ ബയോളജി, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം കൂടെ കൂട്ടി 15 മാർക്കോളം നമുക്ക് അവിടെ വരുന്നുണ്ട്. LDCയിലാണെങ്കിലും കറണ്ട് അഫയേഴ്സും കൂടെ കൂട്ടി നമുക്ക് 7 മാർക്ക് വരെ നമുക്ക് വരുന്നുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മാർക്കാണ് നമ്മുടെ ബയോളജിയുടെ മാർക്ക് എന്ന് പറയുന്നത്. ഒന്നുമില്ല, കുറച്ച് ബേസിക് കൺസെപ്റ്റുകളും ഈ ഇടയ്ക്ക് നടന്ന ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുവാണ്, ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ ഈ ഒരു 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുവാണ് എങ്കിൽ അതിൽ GK ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷെ സയൻസ് സെക്ഷൻ കുറച്ച് എന്തായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ തന്നെ സയൻസ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് തുടങ്ങിയാലോ. അധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ നിങ്ങളുടെ നല്ലൊരു കോപ്പറേഷൻ വേണം, നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. ഓക്കെ, എല്ലാം റെഡി ആണോ? ഒന്ന് കമന്റ് ഇട്ടേ, നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കത്തിച്ചേ നോക്കട്ടെ. റെഡി? ഓക്കെ ഓക്കെ ശരി. എല്ലാവരും ഉറങ്ങിപ്പോകുന്നു ചെയ്ത ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഒരു തീയുടെ സംഭവം കിട്ടും, നമുക്കൊന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ ശരി, അപ്പൊ നമ്മൾ തുടങ്ങുവാണ്. ഓക്കെ, തുടങ്ങാം. ബുക്കൊക്കെ കയ്യിലുണ്ടല്ലോ, ബുക്കും പേനയും എല്ലാം കയ്യിലുണ്ടല്ലോ. നമ്മൾ ബേസ് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്? കോശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. SCRTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മനസ്സിലാക്കുക എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് മനസ്സിലാക്കുക. എന്താണ് മൈക്രോസ്കോപ്പ്? എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലെ? നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ മൈക്രോസ്കോപ്പ് നോക്കുവാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട പാർട്ടുകൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് നോക്കിക്കൊള്ളുക. ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐപീസ് എന്ന് പറയും. എന്താ പറയുന്നത്? ഐപീസ് അല്ലെ? നോക്കുന്ന ഭാഗത്തെ ഐപീസ് എന്ന് പറയും. പിന്നെ ഈ ഒരു ഭാഗമുണ്ട് കണ്ടോ, തിരിക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോബുകൾ എന്ന് പറയും. നോബുകൾ. നമ്മൾ ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ആവും. പക്ഷേ മൈക്രോസ്കോപ്പിൽ അങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ ഫോക്കസ് ഒന്നും ആകത്തില്ല. ഈ നോബുകൾ തിരിച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. അപ്പൊ നോബുകൾ തിരിച്ചെങ്കിൽ മാത്രമേ അത് ഫോക്കസ് ആവുകയുള്ളൂ. പിന്നീട് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് ഈ ചെറിയ വസ്തുക്കളെല്ലാം വലുതാക്കി കാണാനായിട്ട് സഹായിക്കുന്നത്. ഈ ഭാഗങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട, പേരുകൾ മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഈ പറയാനായിട്ട് പോകുന്നത്. മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും താഴെയുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മിറർ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? മിറർ എന്ന് പറയും. ഈ മിററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ഒരു കണ്ണാടി എന്ന് പറയുമ്പോൾ 2 വശങ്ങളുണ്ടാവും. ഇവിടെ ഒരു ഭാഗം ഉണ്ടാവും, ഇവിടെ ഒരു ഭാഗം. നമ്മുടെ കയ്യിൽ തന്നെ അകംഭാഗവും പുറം ഭാഗവും എന്ന് പറയുന്ന പോലെ കണ്ണാടിക്ക് 2 ഭാഗമുണ്ട്. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് സമതല ദർപ്പണമാണ്. എന്താ? സമതല ദർപ്പണമാണ്. മറ്റൊരു ഭാഗം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺകേവ് ദർപ്പണമാണ്. ദർപ്പണമല്ല, മിററാണ് കേട്ടോ. സമതല ദർപ്പണം, അതെ ദർപ്പണം. മറ്റേതാണ് കോൺകേവ് ദർപ്പണം അല്ലെ? ആക്ച്വലി 2 സൈഡും 2 ഭാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഈ സമതല ദർപ്പണം എന്ന് പറയുന്നത് ഒന്നാമത്തെ സൈഡും, അതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് കോൺകേവ് ദർപ്പണമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചു വെക്കാനായിട്ട് സാധിക്കും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ കാര്യമാണ് നമ്മൾ PSC ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഈ സമതല ദർപ്പണം എന്തിനെ പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്നു? സൂര്യപ്രകാശം, സൺലൈറ്റ്.
സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിപതിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമതല ദർപ്പണം. ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. സമതലയിൽ സായുണ്ട്, സൂര്യപ്രകാശത്തിലും സായുണ്ട്. സോ സമതല ദർപ്പണം സൂര്യപ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നത് സമതല ദർപ്പണമാണ്. ഇനി അടുത്തതാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ഈ കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ പ്രകാശം ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ പ്രതിപദിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞ കോൺകേവ് ദർപ്പണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് കൃത്രിമ പ്രകാശമാണ് അല്ലെ. സൂര്യപ്രകാശം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കൃത്രിമ പ്രകാശമാണ്. അപ്പൊ ഓർക്കുക, സമതല ദർപ്പണം ഒരു മൈക്രോസ്കോപ്പില് സൂര്യപ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുക, സൂര്യപ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നത് സമതല ദർപ്പണവും കൃത്രിമ പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നത് കോൺകേവ് ദർപ്പണമാണെന്ന് മനസ്സിലാക്കാം. രണ്ട് പോയിന്റ്. ഇതാണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഐപീസ് എന്താണെന്നും ചോദിക്കത്തില്ല, നോബിൾ എന്താണെന്നും ചോദിക്കത്തില്ല, ലെൻസ് എന്താണെന്നും ചോദിക്കത്തില്ല. ഇത് പഠിക്കും. ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? സമതല ദർപ്പണം സൂര്യപ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു, കോൺകേവ് ദർപ്പണം കൃത്രിമ പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു. ഇത് സെറ്റാണോ? ഈ പറഞ്ഞ കാര്യം കിട്ടിയോ? ഒന്നുമില്ല, ചെറിയൊരു കാര്യം പറഞ്ഞുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ വെച്ചോണം, മൈക്രോസ്കോപ്പിന്റെ സമതല ദർപ്പണം സൂര്യപ്രകാശത്തെയും കോൺകേവ് ദർപ്പണം കൃത്രിമ പ്രകാശത്തെയും പ്രതിപദിപ്പിക്കുന്നു. കിട്ടിയോ? കിട്ടിയോ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? യെസ്, കിട്ടി. ശരി, ഓക്കെ. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന പ്രകാശത്തെ നമ്മൾ ഇവിടെയാണ് വസ്തു. ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്ന സ്ഥലം. ഈ സ്റ്റേജിലാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത് അല്ലെ. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന പ്രകാശത്തെ കണ്ടോ, വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ വസ്തുവിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ വസ്തുവിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൻസർ എന്ന് പറയും. എന്തെന്നാ പറയുന്നത്? കണ്ടൻസർ. എന്താ? മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന, പ്രതിപദിച്ച് വരുന്ന സൂര്യപ്രകാശത്തെ വസ്തുവിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻസർ ആണ്. വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗമാണ്? അത് കണ്ടൻസറാ. ഇനി PSCയിൽ വന്നൊരു ചോദ്യം ഇങ്ങനെയായിരുന്നേ, ഈ കണ്ടൻസറിൽ ഇങ്ങനെ ഒരു സ്വിച്ച് പോലുള്ള ഭാഗമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്. ഫാനിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരെന്താ? ഇങ്ങനെ തിരിക്കുമ്പോൾ ഫാനിന്റെ സ്പീഡ് കൂടും. റെഗുലേറ്റർ. റെഗുലേറ്റർ 1 ഇട്ടാൽ കുറച്ച് സ്പീഡായിരിക്കും, 2 ഇട്ടാൽ കുറച്ചുകൂടെ സ്പീഡായിരിക്കും, 3 ഇട്ടാൽ കുറച്ചുകൂടെ സ്പീഡായിരിക്കും, 5 ഇട്ടാൽ നല്ല സ്പീഡായിരിക്കും. ഇപ്പൊ റെഗുലേറ്റർ തിരിക്കുന്ന അനുസരിച്ച് ഫാനിന്റെ സ്പീഡ് കൂടും. അത്തരത്തില് ഇവിടെ ഒരു റെഗുലേറ്റർ പോലൊരു ഭാഗമുണ്ട്, സ്വിച്ച് പോലുള്ള ഭാഗമുണ്ട്. ഈ സ്വിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റുവാണെങ്കിൽ കൂടുതൽ പ്രകാശം കടക്കും. അപ്പൊ കൂടുതൽ വെട്ടത്തിൽ നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റും. ഇനി ആ സ്വിച്ച് അങ്ങോട്ട് തിരിക്കുവാണെങ്കിൽ കുറച്ച് വെട്ടം മാത്രം കടക്കും. അപ്പൊ കുറഞ്ഞ പ്രകാശം മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. അത്തരത്തില് പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗമുണ്ട് മൈക്രോസ്കോപ്പിൽ. ആ പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം എന്ന് പറയുന്നത്. എന്തെന്നാ പറയുന്നത്? ഡയഫ്രം എന്ന് പറയും. അപ്പം എക്സാമിന് ചോദിച്ച ഇങ്ങനെയായിരുന്നു, മൈക്രോസ്കോപ്പിലെ പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയഫ്രം ആണ്. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടൻസർ. വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന കണ്ടൻസറും പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയഫ്രം ആണ്. പിന്നെ മിററിന്റെ കാര്യം പറഞ്ഞു, പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു. ആ 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഈ ഒരു കാര്യം 4 പോയിന്റുകൾ മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് 4 പോയിന്റുകൾ വന്നാൽ മതി. ഒന്നാമത്തത്, സമതല ദർപ്പണം സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നു, കോൺകേവ് ദർപ്പണം കൃത്രിമ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നു. രണ്ടാമത്തത്, ഈ പറയുന്ന പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ഭാഗം, സൂര്യപ്രകാശം അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടൻസർ. ഇനി പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയഫ്രം.
അപ്പൊ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്, മൈക്രോസ്കോപ്പിലെ പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് എന്ന് നിങ്ങൾക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ആൻസർ എന്ത് എഴുതുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: കണ്ടൻസർ, ലെൻസ്, നോബുകള്, ഡയഫ്രം. ഏതാ ആൻസർ? ഡയഫ്രം ആണ് അല്ലെ? ഡയഫ്രം ആണ്, ഓർത്തോളുക. പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഡയഫ്രവും, പ്രകാശത്തെ വസ്തുവിലേക്ക് കടത്തിവിടുന്ന കണ്ടൻസറും, റിഫ്ലക്ട് ചെയ്യുന്നത് മിററുമാണ്. കിട്ടിയല്ലോ. ബേസിക് ആയിട്ടുള്ള, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മൾ കോശം തുടങ്ങുന്നതിന്റെ ജസ്റ്റ് കാരണം ഇത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ മൈക്രോസ്കോപ്പ് പറഞ്ഞത്, ഇത് സിലബസിൽ മൈക്രോസ്കോപ്പ് ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ നോക്കിയോളൂ, 8ാം ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ ഈ ഭാഗം കിടക്കുന്നുണ്ട്. SCRT ചാപ്റ്ററിൽ കോശങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ കിടപ്പുണ്ട്. പ്രകാശ തീവ്രതയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അത് ഒരു വട്ടം എടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, കിട്ടിയോ? കിട്ടിയെങ്കിൽ നമ്മള് സെറ്റാണെന്ന് പറഞ്ഞത്. സെറ്റാണോ? സെറ്റാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സെറ്റാണെന്ന് പറയണം അല്ലേ? സെറ്റാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മൾ മൈക്രോസ്കോപ്പ് പഠിച്ചു. ഇനി ഞാനൊരു ചെറിയൊരു കഥയിലേക്ക് പോവുകയാണ്. നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ പഠിച്ചു തീർന്നുകൊണ്ട് ഞാൻ ഒരു കഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല, ഈ നാട്ടിലൊന്നുമല്ല. കഥ നടക്കുന്ന വർഷവും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് പണ്ട് ആ ഒരു സമയത്ത് നടക്കുന്നത്. അതായത് 1665 ആ വർഷത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അപ്പൊ വർഷം 1665 ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ചുമ്മാ ഇരുന്ന് വെറുതെ ഈ മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റിന്റെ പേര് പഠിച്ചോളാം. അദ്ദേഹമാണ് നമ്മുടെ കഥയുടെ നായകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് റോബർട്ട് ഹുക്ക് അല്ലെ? പത്രത്തിൽ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു കഥാനായകൻ, ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ കോർക്ക് ചെടി, ആ നാട്ടിലെ ചെടിയാണ് കേട്ടോ, ആ നാട്ടിലൊരു ചെടിയാണ്, കോർക്ക് ചെടിയെ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ആ കോർക്ക് ചെടിയുടെ ഛേദമാണ് കേട്ടോ, ഛേദം ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിച്ചപ്പോ അദ്ദേഹം ധാരാളം ചെറിയ അറകൾ കണ്ടു. എന്ത് കണ്ടു? ധാരാളം ചെറിയ അറകൾ കണ്ടു. ആ അറകൾക്ക് അദ്ദേഹം പേര് നൽകി എന്ന് സെൽ അല്ലെങ്കിൽ കോശം. അങ്ങനെ കോശം കണ്ടെത്തുന്നു. ഏത് വർഷം? വർഷം 1665. ആര്? റോബർട്ട് ഹുക്ക്. വർഷം 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടെത്തുകയാണ്? കോശം കണ്ടെത്തുകയാണ്. അദ്ദേഹം കണ്ടെത്തിയത് മാത്രമല്ല, അദ്ദേഹം അതിനെ നല്ല സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ആ കോശത്തിന്റെ ഒരു ചിത്രം ചെറിയൊരു പുസ്തകത്തിലാക്കി അല്ലെ? ചെറിയൊരു പുസ്തകത്തിൽ ഇതാണ് കോശം എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം ഇറക്കി. കോശത്തിന്റെ ചിത്രമൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പുസ്തകം ഇറക്കി. ആ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോഗ്രാഫിയ. എന്താ? മൈക്രോഗ്രാഫിയ. അപ്പൊ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകവും അദ്ദേഹം ഇറക്കി. അങ്ങനെ കോശം കണ്ടെത്തുന്നു, ആ കോശത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം ഇറക്കുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ അല്ലെ? അങ്ങനെ കോശത്തിന്റെ പിതാവ്. ഈ കോശത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് നമ്മൾ വിളിക്കും. കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സൈറ്റോളജി, സെൽ ബയോളജി എന്ന പേരിലെല്ലാം അറിയപ്പെടും. അങ്ങനെ ഈ സൈറ്റോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഈ പറഞ്ഞ റോബർട്ട് ഹുക്ക് തന്നെയാണ്. അപ്പൊ ഓർക്കുക, ഇയർ പഠിച്ചോളാം. വർഷം 1665 റോബർട്ട് ഹുക്ക് കോർക്കൊന്നും അറിയേണ്ട കാര്യമില്ല, എന്നുള്ള അറിഞ്ഞു വെച്ചില്ല. കോർക്ക് ചെടിയുടെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ധാരാളം ചെറിയ അറകൾ കണ്ടു. ആ അറകൾക്ക് അദ്ദേഹം നൽകിയ പേരാണ് സെല്ല്. അങ്ങനെ സെല്ല് കോശം കണ്ടെത്തുന്നു. ഏത് വർഷം? 1665. ആര്? റോബർട്ട് ഹുക്ക്. അദ്ദേഹം ആ ചിത്രം ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോഗ്രാഫിയ. അങ്ങനെ കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സൈറ്റോളജി. ഈ സൈറ്റോളജിയുടെ പിതാവ്, മൈക്രോഗ്രാഫി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്, കോശം കണ്ടെത്തിയത്, കോശത്തിന്റെ പിതാവ് അല്ലെ എന്നൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ആരാണ്? നമ്മുടെ റോബർട്ട്
ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്കാണ്. കിട്ടിയല്ലോ. റോബർട്ട് ഹുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ. വർഷം കിട്ടിയല്ലോ. 1665 കോശം കണ്ടെത്തി. മൈക്രോഗ്രാഫി എന്ന് പറഞ്ഞ ഗ്രന്ഥം രചിച്ചു. സൈറ്റോളജിയുടെ പിതാവ്. ഇതെല്ലാം ഒരൊറ്റ ഒരാളാണ് അല്ലെ, വൺ മാൻ ഷോ ആണ്. ആരാണ്? റോബർട്ട് ഹുക്കാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെ റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ചു. നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് വരാം. കോശം എന്ന് പറയുമ്പോൾ അവിടെ കോശം മാത്രമല്ല, കോശത്തിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 1665 റോബർട്ട് ഹുക്ക്, ഞാൻ റോബർട്ട് ഹുക്കിനെ ഷോർട്ടാക്കി RH ഇടുകയാണ്. RH അല്ലെ, റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയെന്ന് നമുക്കറിയാം അല്ലെ, കോശം കണ്ടെത്തി. അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം 1831 എന്നാ 1831 അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ബ്രൗൺ എന്തെന്നാ, ഇത് റോബർട്ട് ഹുക്കാണ്. ഇത് വേറൊരു സയന്റിസ്റ്റാ. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, കോശം മാത്രമല്ല, കോശത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കോശത്തിന്റെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്ത്? കോശകേന്ദ്രം. കോശത്തിന്റെ ഭാഗങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കോശകേന്ദ്രം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അങ്ങനെ കോശകേന്ദ്രമായിട്ടുള്ള മർമ്മം കണ്ടെത്തി അല്ലെ, കോശകേന്ദ്രമായിട്ടുള്ള മർമ്മം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബ്രൗൺ ആണ്. വർഷം 1831. 1831 റോബർട്ട് ബ്രൗൺ കണ്ടെത്തുകയാണ് എന്ത്? കോശകേന്ദ്രം കണ്ടെത്തിയിട്ട് അതിനെ എന്തെന്ന് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട് ബ്രൗൺ. ഇപ്പൊ 2 പേര് പറഞ്ഞു. ഒന്ന് റോബർട്ട് ഹുക്കാണ്, കോശം കണ്ടെത്തി. 2 റോബർട്ട് ബ്രൗൺ ആണ്, കോശകേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടെത്തി. വർഷം പഠിച്ചോണേ, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1831. അത്രയും ക്ലിയർ ആണോ? 2 റോബർട്ട് ആയതുകൊണ്ട് തിരിഞ്ഞു പോകരുത്. കോശം കണ്ടെത്തിയ റോബർട്ട് ഹുക്കും കോശകേന്ദ്രം കണ്ടെത്തിയ റോബർട്ട് ബ്രൗണും. ഓക്കെ അല്ലേ? ശരി. ഇനി കുറച്ച് ഇപ്പൊ 31 നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് 1838 സയന്റിസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് MJ മൈക്കിൾ ജാക്സൺ അല്ല, MJ ഷ്ലീഡൻ. എന്താ? MJ ഷ്ലീഡൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തുകയാണ്. അതായത് സസ്യശരീരം എല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ്. സസ്യശരീരം എല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഈ പറയുന്ന MJ ഷ്ലീഡൻ ആണ്. സസ്യശരീരം എല്ലാം കോശങ്ങളാൽ നിർമ്മിതം. അതിന്റെ തൊട്ടടുത്ത വർഷം 1839 വേറൊരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് തിയോഡർ ഷാൻ. ഞാൻ ഷോർട്ടാക്കി എഴുതുകയാണ്, തിയോഡർ ഷാൻ. കണ്ടോ? തിയോഡർ ഷാൻ പറയുകയാണ് ജന്തു ശരീരം എല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ്. അടുത്ത് പലപ്പോഴും തിരിഞ്ഞു പോകും. എന്താ? സസ്യ ശരീരമാണോ ജന്തു ശരീരമാണോ എന്ന് പലപ്പോഴും തിരിഞ്ഞു പോകും. സയന്റിസ്റ്റിന്റെ പേര് തിരിഞ്ഞു പോകും. MJ ഷ്ലീഡൻ ആണോ തിയോഡർ ഷാൻ ആണോ എന്ന് തിരിഞ്ഞു പോകും. എനിക്കും തിരിഞ്ഞു പോകും. അപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് പ്രയോഗിച്ചത്. അപ്പൊ പിന്നീട് എനിക്ക് തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ നിങ്ങൾക്കും പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരെന്തായിരുന്നു? MJ ഷ്ലീഡൻ എന്ന അല്ലെ? ആ MJ ഷ്ലീഡന് പകരം ആ ഷായ് അങ്ങോട്ട് മാറ്റി അവിടെ സായാക്കി ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ. സായാക്കി പറഞ്ഞേ. MJ സ്ലീഡൻ അല്ലെ? കുറച്ചുകൂടി നല്ലതല്ല? MJ ഷ്ലീഡനെക്കാട്ട് നല്ലതല്ല സ്ലീഡൻ? MJ സ്ലീഡൻ. സായാക്കി ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ. MJ സ്ലീഡൻ. ആണല്ലോ. ഇനി അവിടെ സായാക്കി പ്രൊനൗൺസ് ചെയ്തല്ലോ. MJ സ്ലീഡൻ. സ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. MJ സ്ലീഡൻ. സായാക്കി പറയണം. സ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് സ്ലീഡൻ ആണ്. അപ്പൊ ജന്തു ശരീരം ആരായിരിക്കും? തിയോഡർ ഷാൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. MJ സ്ലീഡൻ. അപ്പൊ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വർഷം 1838. അതിന്റെ തൊട്ടടുത്ത വർഷം 39 അടുത്ത സയന്റിസ്റ്റ് ആരാണ്? തിയോഡർ ഷാൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അല്ലേ? ഇനി തിരിഞ്ഞു പോകുമോ? MJ ഷ്ലീഡന് വരെ നമ്മൾ അവിടെ സായാക്കി പഠിച്ചു.
സാ പറഞ്ഞുകൊണ്ട് സസ്യശരീരം, സാ പറഞ്ഞുകൊണ്ട് സസ്യശരീരം, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ തിയോഡർ ഷാൻ അല്ലേ? നമുക്കിങ്ങനെ പഠിച്ചു പോവാം, നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ അങ്ങോട്ട് പഠിച്ചു പോവാം അല്ലേ? നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് പഠിച്ചാലും നമ്മൾ മറന്നു പോകും, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മറക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ലാസ്സിലുള്ള കണ്ടന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം, പിന്നീട് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട്. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ എന്ത് കാര്യം പുതിയത് പഠിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ റിവിഷൻ കൊടുക്കണം. ഓക്കെ, ശരി. അങ്ങനെ 65, 31, 38, 39 കണ്ടുപിടുത്തങ്ങളും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1858 സയന്റിസ്റ്റിന്റെ പേരെന്ന് പറയുന്ന റുഡോൾഫ് വിർഷോ. ആരാ? റുഡോൾഫ് വിർഷോ. അദ്ദേഹം കണ്ടുപിടിച്ചൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പുതിയൊരു കോശം ഉണ്ടാവുന്നത് പഴയൊരു കോശങ്ങളിൽ നിന്നാ അല്ലേ? അങ്ങനെയല്ലേ? പുതിയൊരു കോശം ഉണ്ടാവുന്നത് പഴയൊരു കോശങ്ങളിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. കണ്ടോ, കോശങ്ങളെ നിരീക്ഷിച്ചു, നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയവ ഉണ്ടാവുകയുള്ളൂ എന്ന് നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതായത് പുതിയൊരു കോശം ഉണ്ടാകുന്നത് പഴയൊരു കോശത്തിൽ നിന്നാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ റുഡോൾഫ് വിർഷോയാണ്. ആരാടാ? റുഡോൾഫ് വിർഷോയാണ്. ഈ പറയുന്ന സയന്റിസ്റ്റുകളുടെ പേരും ഇയറും പഠിച്ചു വെച്ചോണം. ഇയർ ഞാൻ പറയാം, ഇയർ ചോദിച്ച് അങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇയറും കൂടെ ചേർത്ത് പഠിച്ചോണം. കാരണം ഇത് SCERT കണ്ടന്റ് ആണ്. SCERTയിൽ ഇയർ എടുത്ത് പറയുന്നുണ്ട്. SCERT സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഇയർ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. അത് മേ ബി ചോദിക്കാം. ഇതുവരെ ഇയർ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്ക് പോകാനായിട്ട് പാടില്ല. ക്ലിയർ അല്ലേ? ഇയർ ഒന്നുകൂടെ നോക്കിയേ. 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തുന്നു. 1831 റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇദ്ദേഹമാണ് റോബർട്ട് ബ്രൗൺ. പിന്നീട് 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാ? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. സസ്യം സായായിട്ട് കണക്ട് ചെയ്യണം. സസ്യശരീരം ആരാ? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് കമന്റ് ആരാ? MJ സ്ലീഡൻ അല്ലെ? ഇനി ജന്തുശരീരം, മറ്റേത് MJ സ്ലീഡൻ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? MJ സ്ലീഡൻ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. അതിന്റെ ഇയർ പഠിക്കാൻ ഈസിയാ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 38-ലും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 39-ലുമാണ്. അത് കഴിഞ്ഞ് 58-ലാണ് റുഡോൾഫ് വിർഷോ പറയുന്നത് പുതിയൊരു കോശം ഉണ്ടാവുന്നത് പഴയൊരു കോശത്തിൽ നിന്നാണ്. അത് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ, വർഷം 1858. അവിടെ ഇറക്കെ ഉണ്ടാവും, ഇറക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മറന്നുപോകും. നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. കുറച്ച് സയന്റിസ്റ്റുകളുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 5 സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് കേൾക്കുമ്പോഴേ അവരെന്തുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരണം. റോബർട്ട് ഹുക്ക് ആണെങ്കിലും റോബർട്ട് ബ്രൗൺ ആണെങ്കിലും MJ സ്ലീഡൻ ആണെങ്കിലും തിയോഡർ ഷാൻ ആണെങ്കിലും റുഡോൾഫ് വിർഷോ ആണെങ്കിലും പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് കാര്യം വരണം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. നിങ്ങൾ ഭയങ്കര ഇനാക്റ്റീവ് ആണോ? കുറച്ച് ആക്റ്റീവ് ആകുക അല്ലേ? നിങ്ങളിങ്ങനെ ഇനാക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത പോവാം. ഇയർ ഓർത്തിരിക്കാൻ. ഇയർ നമ്മൾ മറന്നുപോകും, സ്വാഭാവികമായിട്ടും മറന്നുപോകും. ഇയർ ഓർത്തിരിക്കാൻ എളുപ്പ വഴി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേത് പ്ലാൻസും ഇത് കണക്ട് ചെയ്യാലോ. 38, 39 അത് നമുക്ക് കണക്ട് ചെയ്യാം. കോശം കണ്ടെത്തിയത് 65 പറയാം. ഇയർ ഓർത്തിരിക്കാൻ എളുപ്പ വഴികൾ, ചില കാര്യങ്ങൾക്ക് നമുക്ക് എളുപ്പ വഴികൾ ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് എളുപ്പ വഴി. അപ്പോൾ ഇയർ ഓർത്തിരിക്കാനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. നിങ്ങളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മതി അല്ലെ? പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. ഒരു 10 അക്ക മൊബൈൽ നമ്പർ നിങ്ങൾ ഒരു ദിവസം ഒരു വട്ടം നോക്കിയാൽ നിങ്ങളത് പഠിച്ചെടുക്കുവോ? ഇല്ല. നിങ്ങളത് 2-3 വട്ടം, ഒരാഴ്ച നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ 10 അക്കമൊക്കെ വളരെ ഈസി ആയിട്ടിരിക്കും. അതേപോലെയാണ് ഇയറും. നമ്മൾ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകത്തില്ല, നമ്മൾ നാളെ നോക്കണം,
മറ്റന്നാളും നോക്കണം, ഒരാഴ്ച കണ്ടിന്യൂസ് നോക്കുമ്പോൾ ഇയർ നമ്മുടെ മൈൻഡിലിരിക്കും. അതേ ഉള്ളൂ ഇയർ പഠിക്കാനുള്ള എളുപ്പവഴി അല്ലേ? ശരി, അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ, കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യണം കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം, ഇനി അടുത്ത കോശങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളത് നമുക്കറിയാം. ഏതൊക്കെയാ ഉള്ളത്? ജന്തുകോശമുണ്ട്, സസ്യകോശമുണ്ട് അല്ലെ? ആനിമൽ സെൽസും ഉണ്ട്, പ്ലാന്റ് സെൽസും ഉണ്ട്. 2 ടൈപ്പ് അല്ല, ഇനിയുണ്ട് അല്ലെ? പക്ഷെ നമ്മുടെ ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പറയാണ് ജന്തുകോശവും സസ്യകോശവും അല്ലെ? ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും. ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മർമ്മം, ഇപ്പം കോശദ്രവ്യം, ഫേനം, കോശസ്തരം. ഈ കോശത്തിലുള്ള പ്രധാനമായിട്ടുമുള്ള 2ലും കോമൺ ആയിട്ടുള്ള വസ്തുക്കൾ, അതായത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഒരേപോലെ കാണപ്പെടുന്നത് ആരൊക്കെയാണ്? നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ ശക്തി, ഭാവന, നമ്മുടെ ശരീര തുലനാവസ്ഥ, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ? നമ്മുടെ ബ്രെയിനാണ് അല്ലെ? നമ്മുടെ ബ്രെയിനാണ് ഈ പറയുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനാണ്. അതേപോലെ കോശത്തിന്റെ ബ്രെയിൻ അല്ലെ? കോശത്തിന്റെ ബ്രെയിൻ, ദ ബ്രെയിൻ ഓഫ് സെൽ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ദ ബ്രെയിൻ ഓഫ് സെൽ എന്ന പേരിൽ വിളിക്കുന്ന ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് അല്ലെ? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂക്ലിയസ് സസ്യകോശത്തിലും ജന്തുകോശത്തിലും കാണപ്പെടുന്ന ഒരാളാണ്. 2ലും കാണപ്പെടും, സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലുണ്ട്. ഇനി അടുത്ത ആൾ നോക്കിക്കൊള്ളുക, ഹരിതകം. ഈ ഹരിതകത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഹരിതകത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, ഹരിതകം ആരില് മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ, ഹരിതകത്തിന്റെ ഉള്ളില് ഒരു വർണ്ണകമുണ്ട്. സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെ? ക്ലോറോഫിൽ എന്ന് പറഞ്ഞ വർണ്ണകമുണ്ട്. ആ ക്ലോറോഫില്ലാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നതെന്നും പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് ഈ ഹരിതകത്തിനുള്ളിലാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശാംഗം? ഹരിതകമാണ്. ഇപ്പൊ ഹരിതകത്തെ കുറിച്ച് നമുക്ക് അതൊക്കെ അറിയാം അല്ലെ? ഈ ഹരിതകം ആരില് മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആരില് മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഹരിതകം നമ്മൾ ജന്തുകോശത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം പച്ച പിടിച്ചിരുന്നേനെ, നമ്മളെല്ലാം പച്ച കളറിൽ ഇരുന്നേനെ അല്ലെ? അപ്പൊ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹരിതകം എന്ന് പറയുന്നത് അല്ലെ? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് നമ്മുടെ ഹരിതകം എന്ന് പറയുന്നത്. അതേപോലെ കോശദ്രവ്യം എവിടെ കാണപ്പെടും? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എവിടെ കാണപ്പെടും? സസ്യകോശത്തിലും കാണപ്പെടും, ജന്തുകോശത്തിലും കാണപ്പെടും. എവിടെ കാണപ്പെടും? സസ്യകോശത്തിലും കാണപ്പെടും, ജന്തുകോശത്തിലും കാണപ്പെടും. പക്ഷെ കോശഭിത്തിയോ നമ്മൾ ചുമ്മാ തമാശക്ക് പറയും, നിനക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെന്നൊക്കെ പറയും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തൊലിക്ക് കട്ടിയില്ല അല്ലെ? പക്ഷെ സസ്യത്തിന്റെ പിടിച്ച് നോക്കുവാണെങ്കിൽ, സസ്യത്തിന്റെ തണ്ടിലൊക്കെ പിടിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കട്ടിയാ. അപ്പൊ കോശത്തിന്റെ സെല്ലുകൾക്ക് എന്തുണ്ട്? കോശഭിത്തിയുണ്ട്. സസ്യകോശങ്ങൾക്ക് എന്തുണ്ട്? കോശഭിത്തിയുണ്ട്. നമ്മൾ ഭയങ്കര തൊലിക്കട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകൾക്ക് എന്തില്ല? ഈ പറയുന്ന കോശഭിത്തി ഇല്ല. അപ്പൊ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കോശഭിത്തി എന്ന് പറയുന്നത്. കോശഭിത്തി ആരിൽ മാത്രമേ ഉള്ളൂ? ഈ സസ്യകോശത്തിൽ മാത്രമേ എന്ത് കാണപ്പെടുന്നുള്ളൂ? കോശഭിത്തി കാണപ്പെടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി പലപ്പോഴും പലർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്നത് സസ്യകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് പലപ്പോഴും പലർക്കും തെറ്റാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ ഫേനം സസ്യകോശത്തിലും ഉണ്ട്, ജന്തുകോശത്തിലും ഉണ്ട്. കണ്ടോ? പക്ഷേ സസ്യകോശത്തിന്റെ ഫേനം എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. കണ്ടോ? വലിയതാണ്. സസ്യകോശത്തിന്റെ ഫേനം വലുതാണ്, ജന്തുകോശത്തിന്റെ ഫേനം ചെറുതാണ്. 2ലും ഉണ്ട്. സസ്യകോശത്തിന്റെ ഫേനം വലുതാണ്, ജന്തുകോശത്തിന്റെ ഫേനം എന്താണ്? ചെറുതാണ്. അപ്പൊ ഫേനം എന്ന് പറയുന്നത് സസ്യകോശത്തിലും ഉണ്ട്, ജന്തുകോശത്തിലും ഉണ്ട്.
അതിൽ സസ്യകോശത്തിന്റെ പേനം വലുതാണ്, ജന്തുകോശത്തിന്റെ പേനം എന്താണ്? ചെറുതാണെന്ന് മനസ്സിലാക്കുക. ജന്തുകോശത്തിന്റെ പേനം എന്താണ്? ചെറുതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ കോശസ്തരം ആരിൽ മാത്രമേ ഉള്ളൂ? രണ്ടിലും. ആരിൽ മാത്രമല്ല, രണ്ടിലും ഉണ്ട്. സസ്യകോശത്തിലും ഉണ്ട്, ജന്തുകോശത്തിലും ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സസ്യകോശത്തിലും ജന്തുകോശത്തിലും കോമൺ ആയിട്ട് പൊതുവെ കാണപ്പെടുന്ന ആരൊക്കെയുണ്ട്? മർമ്മമുണ്ട്, കോശദ്രവ്യമുണ്ട്, കോശഭിത്തിയുണ്ട്, പേനമുണ്ട്, കോശസ്തരമുണ്ട്. പക്ഷെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന 2 കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിതകവും കോശഭിത്തിയാണ്. അതിൽ ഹരിതകത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം കാണപ്പെടുന്ന ഹരിതകത്തിലാണ്. കോശഭിത്തി സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. കിട്ടിയല്ലോ? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന 2 പേരെ നമ്മൾ പഠിച്ചു, ഹരിതകവും കോശഭിത്തി. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് പഠിക്കും കേട്ടോ. ഇനി അതേപോലെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന 2 കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനുകളുണ്ട്. നിങ്ങൾക്കറിയാവോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന 2 സെൽ ഓർഗനുകൾ? നമ്മുടെ SCERT ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാവോ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന 2 പേര്? ജന്തുകോശത്തിൽ മാത്രമേ ഉള്ളൂ, സസ്യകോശത്തിൽ കാണത്തില്ല. അറിയാമോ? ആരും മിണ്ടുന്നില്ല. ലൈസോസോം. ലൈസോസോമും രണ്ടാമത്തെ എന്താണ്? സെൻട്രോസോമും. അതെ, കറക്റ്റാണ്. അപ്പൊ അറിയാല്ലേ? ഓക്കെ, ശരി. അപ്പൊ ലൈസോസോമും സെൻട്രോസോമും. ഈ ലൈസോസോമും സെൻട്രോസോമും എന്ന് പറയുന്നത് ജന്തുകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതിൽ സെൻട്രോസോം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കോശം വിഭജിക്കുമെന്നറിയാലോ. ആ കോശ വിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗം, കോശ വിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻട്രോസോമാണ്. ലൈസോസോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഏത് ലെവലിൽ പോയാലും, ചിലപ്പോൾ RRBയിലൊക്കെ വരെ എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PSCയിലൊക്കെ പലതവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ലൈസോസോം എന്ന് പറയുന്നത്. അതായത് ഈ ജന്തുകോശത്തിലേക്ക് കടക്കുന്ന ഏതൊരു അന്യവസ്തുവിനെയും നശിപ്പിക്കുന്നത്, ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈസോസോമാണ്. അതുകൊണ്ട് തന്നെ ലൈസോസോമിനെ നമ്മളൊരു പേര് വിളിക്കുന്നു, എന്ത്? ആത്മഹത്യാസഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കോശത്തിനുള്ളിലെ ആത്മഹത്യാസഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈസോസോമാണ്. ഒരു തവണ PSCയിൽ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ PSCക്ക് തെറ്റുപറ്റി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ലൈസോസോമും ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട് ലൈസോസൈമും ഉണ്ട്. ഈ രണ്ടും സെയിം അല്ലേ? എന്താ വ്യത്യാസം? ലൈസോസൈമും ഉണ്ട്, എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? എടാ, ലൈസോസോം എന്ന് പറയുന്നതാണ് കോശാംഗം, കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശാംഗം ലൈസോസോം. ലൈസോസൈം എന്ന് പറയുന്നത്, പേരുണ്ട്, സൈം എന്ന് പറയുന്നത് എന്താണ്? എൻസൈമാണ്. നമ്മുടെ കണ്ണുനീരിലും അതേപോലെ ഉമിനീരിലും ഒക്കെ ഉണ്ട്. കണ്ണുനീരിലും ഉമിനീരിലും ഒക്കെ കാണപ്പെടുന്ന എൻസൈമാണ്. എൻസൈം അല്ലെങ്കിൽ രാസാഗ്നിയാണ് എന്തെന്ന് പറയുന്നത്? ലൈസോസൈം. അപ്പൊ ഒരു വട്ടം PSCക്ക് ഇതുപോലെ ചോദിച്ചപ്പോൾ അവർക്ക് തെറ്റുപറ്റിയിട്ട് അവർ ആ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഈ ലൈസോസൈമിന് പകരം ചോദ്യം ഇങ്ങനെയായിരുന്നു, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? അവരുടെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത് ലൈസോസോം എന്നാണ്. അവിടെ ലൈസോസോം കോശാംഗമാണ്. എന്നിട്ട് അവർ ആ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ വന്നപ്പോൾ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഡിലീഷനിലേക്ക് പോയി. ഓക്കെ, അപ്പൊ നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ലൈസോസോം എന്ന് പറയുന്ന കോശാംഗമാണ്, സൈം എൻസൈമാണ്. എവിടെ കാണപ്പെടുന്നു? നമ്മുടെ കണ്ണുനീരിലും ഉമിനീരിലുമുള്ള എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സസ്യകോശത്തിലും ജന്തുകോശത്തിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നവരാണ് മർമ്മം, കോശദ്രവ്യം, കോശഭിത്തി, പേനം, കോശസ്തരം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നവർ ഹരിതകവും കോശഭിത്തിയുമാണ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് ലൈസോസോമും സെൻട്രോസോമുമാണ്. കിട്ടിയല്ലോ? ഓക്കെ, സെറ്റ് അല്ലേ? ശരി. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് പറയുകയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പേംസ് അല്ലെങ്കിൽ പുംബീജങ്ങൾ എന്ന് പറയും. പുംബീജം അല്ലെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പുംബീജങ്ങളാണ്. പുംബീജങ്ങളാണ് അല്ലെ? ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? വലിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? നമ്മുടെ അണ്ടമാണ്. അണ്ടം അല്ലെ? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവമാണ് ഏറ്റവും വലിയ കോശം. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കോശം ഏതാ? ഏറ്റവും കൂടുതലുള്ള കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കോശം അതെ, നമ്മുടെ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. RBCയുടെ പേര്, ചില പേരുകൾ എന്തൊക്കെയാ? RBC, ചുവന്ന രക്താണുക്കൾ, എറിത്രോസൈറ്റ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ RBC ആണ് ഏറ്റവും കൂടുതലുള്ള കോശം എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം ഏതാ? നീളം കൂടിയ കോശം ഏതാണ്? ന്യൂറോണുകൾ. നെർവ് സെൽസ്, നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകളാണ് ഏറ്റവും നീളം കൂടിയ കോശം. ഇനി ബാക്കി ഇത് പേശികോശങ്ങളുടെ പ്രത്യേകത അറിയാലോ. സങ്കോചിക്കാനും വികസിക്കാനും കഴിവുള്ള കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേശികോശങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാം. ഏറ്റവും ചെറുത് പുംബീജങ്ങളാണ്, ഏറ്റവും വലുത് അണ്ടമാണ്, ഏറ്റവും കൂടുതലുള്ളത് RBC ആണ്, ഏറ്റവും നീളം കൂടിയത് ന്യൂറോണുകളാണ്. ഇനി ലോകത്തിലെ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഗ് ഓഫ് ഓസ്ട്രിച്ച്, ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. നമുക്ക് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ കോശം ഏതാ? ഏറ്റവും ചെറിയ കോശം ഇത് മനുഷ്യ ശരീരത്തിലാണ്. കുറെ ആൻസർ വരുന്നുണ്ട്. PPLO എന്ന് പറയുന്നുണ്ട്, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നുണ്ട്. അതിലേതാ? അതായത് ഈ PPLO എന്ന് പറയുന്നത് PPLO എന്ന് പറയുന്നത് പ്ലൂറോ ന്യൂമോണിയോ ലൈക്ക് ഓർഗാനിസംസ് ആണ്. ഒരുപാട് ജീവികളുണ്ട്, ഒരുപാട് ജീവികൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഉറുമ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാട് എന്ന് പറയുമ്പോൾ കാട്ടിൽ ഒരുപാട് ജീവികളില്ലേ? അപ്പോൾ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മൈക്കോപ്ലാസ്മ. എന്താ? മൈക്കോപ്ലാസ്മയാണ് അതിൽ തന്നെ ഏറ്റവും ചെറുതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മൈക്കോപ്ലാസ്മ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. ഏറ്റവും വലുത്, ലോകത്തിലെ ഏറ്റവും വലുത് ഒട്ടകപക്ഷിയുടെ മുട്ട, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുത് പുംബീജം, ഏറ്റവും വലുത് അണ്ടം, ഏറ്റവും കൂടുതലുള്ള RBC, ഏറ്റവും നീളം കൂടിയത് ന്യൂറോണുകൾ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? ശരി. ഇനി ജസ്റ്റ് ഒരു കോശ സിദ്ധാന്തം എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്നെങ്കിലും നമുക്കൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, MJ സ്ലീഡൻ എന്താ പറഞ്ഞത്? MJ സ്ലീഡൻ എന്താ പറഞ്ഞത്? MJ സ്ലീഡൻ എന്താ പറഞ്ഞത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു, ആണല്ലോ. തിയോഡർ ഷാൻ എന്താ പറഞ്ഞത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അങ്ങനെ ഈ MJ സ്ലീഡനും തിയോഡർ ഷാനും കൂടെ ചേർന്ന് ഒരു തിയറി, ഒരു സിദ്ധാന്തം അങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ? ആ സിദ്ധാന്തം വിളിക്കുന്ന പേരാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ കോശ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ചേർന്ന? MJ സ്ലീഡനും തിയോഡർ ഷാനും കൂടി ചേർന്ന. അവര് പറഞ്ഞ ഇത്രേ ഉള്ളൂ. MJ സ്ലീഡൻ പറഞ്ഞു സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. തിയോഡർ ഷാൻ പറഞ്ഞു ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശ സിദ്ധാന്തം ഇത്ര പറയുന്നുള്ളൂ, എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറയുന്ന തിയറിയാണ് കോശ സിദ്ധാന്തം. അത് കൊണ്ടുവന്നത് നമ്മുടെ MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന്. ആരൊക്കെ ചേർന്ന? MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന്. കിട്ടിയല്ലോ?
ജസ്റ്റ് ബാക്കി പറഞ്ഞ് അല്ലെ, കോശത്തിന്റെ ജീവന്റെ അടിസ്ഥാന ഘടകം അല്ലെ, ജീവധർമ്മമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതറിഞ്ഞു വെച്ചേക്കുക. കോശ സിദ്ധാന്തം കൊണ്ടുവന്നത് MJ ശ്രീധരനും തിയോഡർ ഷാനും ചേർന്നു. ഈ ജസ്റ്റ് കോശത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കോശത്തിന്റെ ധർമ്മങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് അന്യവസ്തുക്കളെ അത് പ്രതിരോധിക്കുന്നുണ്ട് അല്ലെ, പുറത്തുനിന്ന് ഒരു വസ്തുവും കടക്കാതെ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. 2 എന്ന് പറയുന്നത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, ബയോമോളിക്യൂളുകൾ അല്ലെങ്കിൽ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. 3 എന്ന് പറയുന്നത് പോഷകഘടകങ്ങളിൽ നിന്ന് ഊർജം പ്രദാനം ചെയ്യുന്നു. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, പോഷകഘടകങ്ങളിൽ നിന്ന് ഊർജം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് കോശത്തിന്റെ പ്രധാനപ്പെട്ട ജീവധർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കുക. കോശത്തിന്റെ പ്രധാനപ്പെട്ട ജീവധർമ്മങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇത് ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി എങ്ങാനും കയറി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് പോകരുത്. പുറത്തുനിന്നുള്ള വസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, പോഷകഘടകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഇതാണ് കോശത്തിന്റെ ജീവധർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കുക. എന്താണ് കോശത്തിന്റെ ജീവധർമ്മങ്ങൾ? ക്ലിയർ അല്ലേ? ഒന്ന് അറിഞ്ഞു വെക്കാനായിട്ട്. ഓക്കെ ആണോ? റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ ശരി. ഓക്കെ ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടേമുകളാണ് ജീവദ്രവ്യവും കോശദ്രവ്യവും. ആ ജീവദ്രവ്യത്തെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്നും കോശദ്രവ്യത്തെ നമ്മൾ സൈറ്റോപ്ലാസം എന്നും പറയും. ജീവദ്രവ്യം എന്താണ്, കോശദ്രവ്യം എന്താണ്, കോശാംഗങ്ങൾ എന്താണ്? പറയണം, ഒന്നുമില്ല, ഞാൻ പറയുന്നു കേട്ടോളാം. ഒരു കോശം നമ്മൾ പറഞ്ഞു, ആ കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ആ കോശത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും ചേർത്ത്, ഒരു കോശത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര്, കോശത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ജീവദ്രവ്യം എന്ന് പറയുന്നത്. എന്തെന്നാ പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവദ്രവ്യമാണ്. ഇനി അതിൽ നിന്ന് ന്യൂക്ലിയസ് ഇല്ലേ, ന്യൂക്ലിയസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനെ ഞാൻ അങ്ങോട്ട് എടുത്തു മാറ്റുകയാണ്. ഇപ്പൊ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗങ്ങൾ, അതിൽ നിന്ന് ന്യൂക്ലിയസിനെ എടുത്തു മാറ്റി. അപ്പൊ ന്യൂക്ലിയസ് അവിടെ ഇല്ല. ഇപ്പൊ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത്. ആ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കിട്ടിയല്ലോ. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഇപ്പൊ ഒരു കോശത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ജീവദ്രവ്യം എന്നാണ്. ആ ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് കോശദ്രവ്യം എന്നാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് കോശദ്രവ്യം എന്നാണ്. കിട്ടിയല്ലോ. പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം, ജീവദ്രവ്യം അല്ലെങ്കിൽ കോശദ്രവ്യം. ഒന്നുമില്ല, ന്യൂക്ലിയസ് കൂടെ ഉണ്ടെങ്കിൽ ജീവദ്രവ്യം, ന്യൂക്ലിയസ് ഇല്ല എങ്കിൽ കോശദ്രവ്യം. ഓക്കെ അല്ലേ? ഇതൊക്കെ ബേസിക് കൺസെപ്റ്റാ. ഓക്കെ ശരി. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് എന്ത്? കോശാംഗങ്ങൾ. ഒരു കോശത്തിനുള്ളില് പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന സവിശേഷ ഘടകങ്ങളുണ്ട്. ആ സവിശേഷ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു കോശത്തിനുള്ളില് പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന സവിശേഷ ഘടകങ്ങളുണ്ട്. ആ സവിശേഷ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കോശാംഗങ്ങൾ. അപ്പൊ നമ്മളിനി പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കോശാംഗങ്ങളെ കുറിച്ചാണ്. ഇത്രയും പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? നമ്മള് എന്തോ ചോദിച്ചാലും ഒരു തംസപ്പ് അങ്ങോട്ട് ഇടും അല്ലേ? ഓക്കെ, മനസ്സിലായോ എന്ന് ചോദിച്ചാലും തംസപ്പ്, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാലും തംസപ്പ്. കിട്ടിയല്ലോ, പറഞ്ഞ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നോ. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പോൾ ജീവദ്രവ്യം, കോശദ്രവ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോശാംഗങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഫേനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഫേനവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ചോദ്യം, PSC പലതവണ റിപ്പീറ്റഡ് ചോദ്യം ചോദിക്കുന്ന ഒരു ടേം ഞാൻ പറഞ്ഞുതരാം. ടോണോപ്ലാസ്റ്റ്. എന്താ? ടോണോപ്ലാസ്റ്റ്. എന്താണ് ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഫേനം ഇതാണ് എങ്കിൽ ആ ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ ആ ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏത്? ടോണോപ്ലാസ്റ്റ് ആണ്. അതെ, വാക്യൂള് പോലെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാണ്. നമ്മുടെ ഹൃദയത്തെ ഒരു സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട്. അതെന്തുവാ? ഹൃദയത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാ? ഇതൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, പേരറിയാവോ? എന്താ? പെരികാർഡിയം. നമുക്കതൊക്കെ വരുമ്പോ പഠിക്കാം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വരുമ്പോൾ പഠിക്കാം. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. പെരികാർഡിയം, ഹൃദയത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ആണല്ലോ. അതിന് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ. ലങ്സിനെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാ? പ്ലൂറ. ഇനി ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സുഷുമ്ന, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സുഷുമ്ന. അതെന്താ? മെനിഞ്ചസ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളുക, അറിഞ്ഞു വെച്ചേക്കുക അല്ലെ. ഹൃദയത്തെ പെരികാർഡിയമാണ്, ലങ്സിന് പ്ലൂറയാണ്, ബ്രെയിനും സ്പൈനൽ കോഡിനും മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിനുള്ളിലുള്ള ഫ്ലൂയിഡ് ഏതാ? ദ്രാവകം ഏതാ? ഇപ്പൊ പെരികാർഡിയത്തിനുള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്, പ്ലൂറയ്ക്കുള്ളിൽ പ്ലൂറൽ ഫ്ലൂയിഡ്. പക്ഷെ മെനിഞ്ചസിനുള്ളിൽ മെനിഞ്ചൽ ഫ്ലൂയിഡ് അല്ല. മെനിഞ്ചസിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ പേര് വേറെയാ. എന്തെന്നാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ? പെരികാർഡിയത്തിനുള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഈ പറയുന്ന സ്ഥലത്തിനുള്ളിൽ ദ്രാവകം കാണും. പെരികാർഡിയത്തിനുള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്. പ്ലൂറയ്ക്കുള്ളിൽ പ്ലൂറൽ ഫ്ലൂയിഡ്. പക്ഷെ മെനിഞ്ചസിനുള്ളിൽ മെനിഞ്ചൽ ഫ്ലൂയിഡ് അല്ല, അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല. എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് അല്ലെ. സ്പൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കം. അങ്ങനെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് എന്തിനകത്തുള്ളത്? മെനിഞ്ചസിനുള്ളത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഫേനത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്നാണ്. ഫേനം അല്ലെങ്കിൽ വാക്യൂളിനെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോണോപ്ലാസ്റ്റ് ആണ്. എന്താ? ടോണോപ്ലാസ്റ്റ് ആണ്. ഈ ടോണോപ്ലാസ്റ്റിന്റെ ധർമ്മം എന്താ? അതെന്താ ചെയ്യുന്നത്? ജലം, ലവണങ്ങള്, വിസർജന വസ്തുക്കള് എന്നിവയെല്ലാം സംഭരിക്കുന്നു. ജലം, ലവണം, വിസർജന വസ്തുക്കൾ അല്ലെ. ജലം, ലവണം, വിസർജന വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ ഫേനമാണ്. ഓക്കെ, ശരി. അപ്പൊ ഫേനം പഠിച്ചു. ഫേനുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ പേര് പഠിച്ചാൽ മതി, ടോണോപ്ലാസ്റ്റ് പഠിച്ചാൽ മതി. അതേപോലെ ഈ ഒരു പോയിന്റും പഠിച്ചോളൂ. ജലം, ലവണം, വിസർജന വസ്തുക്കൾ സംഭരിക്കുന്ന ഫേനമാണ്, വാക്യൂളാണ്. ഓക്കെ, അടുത്തതാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഗോൾജി കോംപ്ലക്സ് നമ്മളൊരു പേര് വിളിക്കും. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ്. എന്താണ് വിളിക്കുന്നത്? കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ്. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നാണ് നമ്മൾ എന്തിനു വിളിക്കുന്നത്? ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സുകൾ വിളിക്കുന്നത്. ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്നാണ് ഗോൾജി കോംപ്ലക്സുകൾ അറിയപ്പെടുന്നത്. എന്താണ്? രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മം തുടങ്ങിയവയെ കോശം ചെറുസ്തര സഞ്ചിയിലാക്കുന്നു. അതായത് ഒന്നുമില്ല, ഈ പടത്തിലേക്ക് നോക്കിക്കേ. ഈ പടത്തിന് ചുറ്റും ഇങ്ങനെ ചെറിയൊരു റൗണ്ട് കാണാൻ പറ്റും. കണ്ടോ? ഈ ചെറിയൊരു റൗണ്ടിനാണ് നമ്മൾ സ്തരസഞ്ചി എന്ന് പറയുന്നത്. കണ്ടോ? ഈ ചെറിയൊരു റൗണ്ടിനാണ് നമ്മൾ സ്തരസഞ്ചി എന്ന് പറയുന്നത്. ഈ പറയുന്ന എൻസൈമുകളോ ഹോർമോണുകളോ ശ്ലേഷ്മ രസമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇത്തരത്തിലുള്ള ചെറിയൊരു റൗണ്ടിനുള്ളിലാക്കും, സ്തരസഞ്ചിയിലാക്കും. പത്രത്തില് ഈ പറയുന്ന ഹോർമോണിനെയും ശ്ലേഷ്മരസത്തെയും രാസാഗ്നിയെയും എല്ലാം ഇത്തരത്തിൽ ചെറിയ സ്തരസഞ്ചിയിലാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഗോൾജി കോംപ്ലക്സുകളാ. കണ്ടോ, ചെറുസ്തര സഞ്ചിയിലാക്കുന്നു, വെസിക്കിളിലാക്കുന്നു അല്ലെ. അതേപോലെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആ, ചോദിച്ചിട്ടുണ്ട്. എടാ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാ? ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾജി കോംപ്ലക്സുകളാ. ഗ്രന്ഥി കോശങ്ങൾ എന്താണെന്നറിയാമെന്ന് വിശ്വസിക്കുന്നു അല്ലെ. എൻസൈം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുലാർ സെല്ലുകളാണ്. അപ്പൊ അത്തരം കോശങ്ങളാണ് ഗ്രന്ഥി കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട 2 കോശാംഗങ്ങൾ പഠിച്ചു. ഫേനവുമായിട്ട് ബന്ധപ്പെട്ട് ടോണോപ്ലാസ്റ്റ് മറന്നു പോകരുത്. അതേപോലെ ജലം, ലവണം, വിസർജ്ജന വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. രണ്ടാമത് നമ്മൾ ഗോൾജി കോംപ്ലക്സുകളാണ് പഠിച്ചത്. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. ഈ പറയുന്ന രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം എന്നിവയെ സ്ഥരസഞ്ചിയിലാക്കുന്നു. അതേപോലെ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാലും ഗോൾജി കോംപ്ലക്സുകളാണ്. ഓക്കെ അല്ലേടാ? 2 പഠിച്ചു, 2 കോശാംഗങ്ങൾ പഠിച്ചു. ഇനി അടുത്തൊരാളാണ് റൈബോസോം എന്ന് പറയും. റൈബോസോം അതായത് നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ പോകുന്നവര് പ്രധാനമായിട്ടും എന്തോ കഴിക്കുന്നത്? ജിമ്മിൽ പോകുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കി കുടിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ എന്തിനാ അവർ ഈ പ്രോട്ടീൻ പൗഡർ കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ച ചോദ്യം എന്താ? നമ്മൾ കഴിക്കുന്ന മസിൽ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറയുന്ന പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിലെ ശരീരകലകളുടെ നിർമ്മാണം, മസിൽസ് ബിൽഡപ്പ് ചെയ്യുന്നു. ശരീരകലകളുടെ നിർമ്മാണം അല്ലെങ്കിൽ മസിൽസ് ബിൽഡപ്പ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീനുകളാണ് അല്ലെ. ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. പ്രോട്ടീനിന്റെ അടിസ്ഥാന ഘടകം, അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിപ്പോ ഒരു അമിനോ ആസിഡാണ്. ഇതെന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്. ഇത് മറ്റൊരു അമിനോ ആസിഡ്, 2ാമത്തെ അമിനോ ആസിഡ്. ഇത് 3ാമത്തെ അമിനോ ആസിഡ്, 4ാമത്തെ അമിനോ ആസിഡ്. അങ്ങനെ ധാരാളം അമിനോ ആസിഡിന്റെ ചെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയും. അപ്പൊ പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്താ? പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡാ അല്ലെ. അമിനോ ആസിഡുകൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകളാണ് പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം. ഇനി നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം, ഈ മാംസ്യത്തെ നിർമ്മിക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? റൈബോസോമുകളാ. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം, മാംസ്യത്തെ നിർമ്മിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? റൈബോസോമുകളാണ് മാംസ്യത്തെ നിർമ്മിക്കുന്നത് അല്ലെ. അപ്പൊ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന കോശാംഗം അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോമാ. പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡാ. തിരിഞ്ഞു പോകരുത്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്താ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആര്? ഇനി നമ്മുടെ ശരീരം എന്ന് പറഞ്ഞിട്ടില്ല. പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോമാ. പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിനോ ആസിഡ് കൊണ്ടാ. പറഞ്ഞ കിട്ടിയോ? കൺസെപ്റ്റ് കിട്ടിയോ? കാര്യം കിട്ടിയോ അല്ലെ? ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരാം. പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആര് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന കോശാംഗം ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസർ റൈബോസോം. പക്ഷേ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ വരുന്നത്? അമിനോ അമ്ലങ്ങൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകളാണ്. കിട്ടിയോ? അത് തിരിഞ്ഞു പോകരുതേ, മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നാണ് എന്തറിയപ്പെടുന്നത്? റൈബോസോമുകൾ അറിയപ്പെടുന്നത്. ഈ റൈബോസോമുകൾ ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടും. ഒന്നുകൂടെ പറയോ? ഒന്നുമില്ല. അതെ, ഞാൻ ആദ്യം പറഞ്ഞ പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു. ഈ പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് ധാരാളം ചെറിയ അമിനോ ആസിഡുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന പേര് അല്ല, ഇതൊരു അമിനോ ആസിഡ്, 2ാമത്തെ അമിനോ ആസിഡ്, 3ാമത്തെ അമിനോ ആസിഡ്, 4ാമത്തെ അമിനോ ആസിഡ്, 5 അങ്ങനെ ധാരാളം അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീനിയർ ചെയിൻ ഓഫ് അമിനോ ആസിഡിന്റെ ചെയിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ്
പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡുകളാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കുന്ന കോശാംഗം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോമ അല്ലേ. പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റൈബോസോമുകളും പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അമിനോ ആസിഡുമാണ്. ക്ലിയർ ആണോ ആര്യാണോ തോന്നുന്നു ഡൗട്ട് ചോദിച്ചത്? അതെ, കറക്റ്റ്. പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് അമിനോ ആസിഡുകൾ കൊണ്ടും പ്രോട്ടീൻ ഫാക്ടറി അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോമുകളാണ്. കിട്ടിയോ? ഡൗട്ട് മാറിയോ? ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ശരി. ഓക്കെ, പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റൈബോസോമും പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന അമിനോ ആസിഡുമാണ്. ഓക്കെ, ശരി. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് റൈബോസോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടും. ഓക്കെ, ഈ പോയിന്റ് എന്താണെന്ന് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുമ്പ് നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പഠിക്കണമല്ലോ. നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പഠിച്ചിട്ട് വേണ്ട ആ പോയിന്റ് ഞാൻ പറയാം. അപ്പൊ നോക്കിക്കൊള്ളുക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോശത്തിലെ ഒരു കോശത്തിലെ ന്യൂക്ലിയസ് മുതൽ ഇതാണ് അതിന്റെ കോശ സ്ഥലം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് മുതൽ കോശ സ്ഥലം വരെ ഇത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോശാംഗം. ന്യൂക്ലിയസ് മുതൽ കോശ സ്ഥലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോശാംഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് മുതൽ ഈ പറയുന്ന കോശ സ്ഥലം വരെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ന്യൂക്ലിയസിലുള്ള ഒരു വസ്തുവിനെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ന്യൂക്ലിയസിലുള്ള വസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന് കളയണമെങ്കിലും പുറത്തുള്ള ഒരു വസ്തുവിനെ എനിക്ക് ന്യൂക്ലിയസിലേക്ക് എത്തിക്കണമെങ്കിലും അതിന് സഹായിക്കുന്ന ഒരു സഞ്ചാരപാത, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശത്തിനുള്ളിലെ സഞ്ചാരപാത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ് ഈ പറയുന്ന എന്തറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് അല്ലെ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നതിനും ഇതിലൂടെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. ഇനി എന്താണ്? നമുക്കറിയാം, നമുക്ക് ഒരു ആകൃതിയും നമ്മുടെ ഒരു ദൃഢതയൊക്കെ നൽകുന്നത് നമ്മുടെ ഈ ഒരു അസ്ഥിയാണ്, അസ്ഥികൂടമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോശത്തിന്റെ ഈ ഒരു ഷേപ്പ് നൽകുന്നത് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നും, രണ്ട് എന്ന് പറയുന്നത് കോശാസ്ഥികൂടം എന്നും രണ്ട് പേരിൽ എന്തറിയപ്പെടുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണെന്ന് ചോദിച്ചാലും കോശാസ്ഥികൂടം ഏതാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെയാണ്. അടുത്ത മൈറ്റോകോൺട്രിയ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഏറ്റവും റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ എക്സാം നിങ്ങൾ ഈ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ എക്സാം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? ചോദ്യം വന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നുമില്ല. എന്താ നമ്മുടെ ഈ കോശത്തിനുള്ളിൽ എനർജി നൽകുന്ന പദാർത്ഥം ഏതാണെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആരാ ഈ മൈറ്റോകോൺട്രിയാണ് നമ്മൾ കോശത്തിലെ ഊർജ നിലയം. നമുക്ക് ഇരിക്കാനും ഉറങ്ങാനും കിടക്കാനും എല്ലാം എനർജി ആവശ്യമാണ്. ആ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എനർജി ഏത് രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ എനർജി ATP രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായിരുന്നു നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ വന്നത് അല്ലെ. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ATP രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ATP നമ്മൾ ഊർജ നാണയങ്ങളാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ഊർജ നാണയങ്ങൾ.
അല്ലെ? ATP നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഊർജ നാണയങ്ങൾ അല്ലെങ്കിൽ എനർജി കറൻസീസ് എന്നാണ് എന്തറിയപ്പെടുന്നത്? ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറിയപ്പെടുന്നത്. ഇപ്പൊ കോശത്തിനുള്ളിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അതാണ് ഊർജ നാണയങ്ങൾ എന്നറിയപ്പെടുന്നത്, അല്ലെ? ഇപ്പൊ ഊർജം ഉത്പാദിപ്പിക്കുന്ന മൈറ്റോകോൺട്രിയ ആണ്. അതേപോലെ എവിടേക്കാണ് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരൾ, തലച്ചോറ്, പേശികൾ. എവിടെയാ? കരൾ, തലച്ചോറ്, പേശികൾ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് ഊർജം കൂടുതൽ ആവശ്യമായിട്ടുള്ള കരൾ, തലച്ചോറ്, പേശി എന്നിവിടങ്ങളിലാണ് എന്ത്? മൈറ്റോകോൺട്രിയോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. കിട്ടിയോ? പറഞ്ഞ കിട്ടിയോ? അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ നിങ്ങള്? പക്ഷെ ചോദ്യം വരുന്ന ഏരിയയും കൂടിയാണ്. കോശാംഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയുണ്ട് കുറച്ച് പഠിക്കാനായിട്ട്. പറഞ്ഞ ഫേനോമാണ്. ഫേനോവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടോണോപ്ലാസ്റ്റ് ഓർക്കുക. ഗോൾജി ബോഡീസ് ട്രാഫിക് പോലീസ് ആണെന്ന് പറഞ്ഞു. ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗോൾഗി ബോഡീസ് ആണ്. റൈബോസോമുകൾ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഈ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത് അമിനോ ആസിഡ് കൊണ്ടാണ്. പിന്നെ ഈ റൈബോസോം ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ റൈബോസോമുകൾ കാണപ്പെടും. മൈറ്റോകോൺട്രിയോൺ ഊർജ നിലയം എന്നറിയപ്പെടുന്നു. ഊർജം കൂടുതൽ ആവശ്യമായിട്ടുള്ള എവിടെ കാണപ്പെടും? കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. പിന്നീടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, അതേപോലെ തന്നെ കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇതുവരെ വളരെ വളരെ ക്ലിയർ അല്ലേ? യെസ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചില്ലേ? ആ ഇയർ മാത്രമേ മറന്നുപോയിട്ടുള്ളല്ലോ. ഇയർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇയർ സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു പോകും. നമ്മൾ മനുഷ്യ കുഞ്ഞല്ലേ, നമ്മുടെ തലയിൽ ചിപ്പൊന്നും അല്ലല്ലോ അല്ലേ ഈ പറയാനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇയർ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലാസ്സിലെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ക്ലാസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇയർ മറന്നുകൂടാ, നമ്മൾ മറന്നുപോകും. തലയിൽ ചിപ്പൊന്നും ഇല്ലല്ലോ, മെമ്മറി കാർഡൊന്നും ഇല്ലല്ലോ, സോ മറന്നുപോകും. ഇയർ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വളരെ റിവൈസ് ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, മടുത്തോ? നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ തീർക്കായിരുന്നു. മടുത്തിട്ടില്ലല്ലോ? ഇല്ലല്ലോ? ബോറുണ്ടല്ലോ? ബോറില്ലല്ലോ? ഓക്കെ, ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. ശരി, ഓക്കെ, ഉറപ്പായും ശരി. അപ്പൊ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ പിന്നീട് നമ്മുടെ ഈ മൈക്രോസ്കോപ്പിലൂടെ കാലമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വരാൻ തുടങ്ങി. ഇപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വന്നപ്പോ നമുക്ക് ഈ ന്യൂക്ലിയസിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് തുടങ്ങി. അതായത് ന്യൂക്ലിയസിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കണ്ടു അല്ലെ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ന്യൂക്ലിയസിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കണ്ടു. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു കോശത്തിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ്, അതിന്റെ ഉള്ളിലുള്ള കാര്യം. അപ്പൊ നോക്കുമ്പോൾ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട്. നമുക്കറിയാം കോശത്തിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ പടമാണ് ഞാൻ കുറച്ചുകൂടെ വലുതാക്കി വരച്ചിരിക്കുന്നത്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ള ഭാഗമുണ്ട്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കട്ടിയുള്ള ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മർമ്മകം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മർമ്മകം എന്ന് പറയുന്നത്. മർമ്മകം. ഇനി കോശത്തില് കോശസ്തരമുള്ള പോലെ, കോശത്തിന് കോശസ്തരമുള്ള പോലെ മർമ്മത്തിനൊരു സ്ഥലമുണ്ട്. ആ മർമ്മത്തിനുള്ള സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മർമ്മസ്തരം എന്ന് പറയും. ഒന്നുമില്ല, മർമ്മസ്തരം. കോശത്തിന് കോശസ്തരം ഉള്ള പോലെ മർമ്മത്തിനുള്ളത് മർമ്മസ്തരം.
അല്ലെ മർമ്മത്തിലുള്ള മർമ്മസ്തരം. ഇനി കോശത്തിന് ഇവിടെ കോശദ്രവ്യം ഉണ്ട്. അതേപോലെ മർമ്മത്തിലുള്ള ദ്രവ്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? മർമ്മദ്രവ്യം എന്ന് പറയും. മർമ്മദ്രവ്യം എന്ന് പറയും. അല്ലെ സിമ്പിൾ അല്ലേ? മർമ്മകം കോശസ്തരം ഉള്ള പോലെ മർമ്മസ്തരം, കോശദ്രവ്യം ഉള്ള പോലെ മർമ്മദ്രവ്യം. ഇനി ഈ ന്യൂക്ലിയസിന്റെ ഉള്ളില് ഇതേപോലെ ചുറ്റുപണഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, നെറ്റ്വർക്ക് സ്ട്രക്ചർ. ചുറ്റുകണഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്, ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം. എന്താണ് വിളിക്കുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയും അല്ലെ? ക്രോമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയും. ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ റെറ്റിക്കുലം. നിങ്ങൾ ഈ ക്രോമസോം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ സെൽ ഡിവിഷനിലൂടെ അങ്ങനെ ഒന്നും പോകുന്നില്ല, അതൊക്കെ അങ്ങനെ എഴുതിയ ചോദ്യങ്ങൾ വന്നിട്ടൊന്നുമില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചോളുക. ഈ ക്രോമസോം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ? അതായത് ഈ സെൽ ഡിവിഷൻ ടൈം ആകുമ്പോൾ, കോശ വിഭജനത്തിന്റെ ടൈം ആകുമ്പോൾ ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം ചുരുങ്ങി ഇതിങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രോമസോം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ക്രോമസോം. അപ്പൊ ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്ത് ചുരുങ്ങിയാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത്. ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്ത് ചുരുങ്ങിയാണ് ക്രോമസോം ഉണ്ടാവുന്നത്. അവിടെ ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ് നമ്മുടെ DNA കാണപ്പെടുന്നത്. ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. നമ്മളെ വാട്സണും ക്രിക്കും, രണ്ട് സയന്റിസ്റ്റ് പേരെ അറിയാലോ, വാട്സണും അതേപോലെ ക്രിക്കും. ആ വാട്സണും ക്രിക്കും ആണ് ആദ്യമായിട്ട് നമ്മുടെ DNA സ്ട്രക്ചർ, ഒരു ചുറ്റുകോമണിയുടെ മാതൃകയിലുള്ള സ്ട്രക്ചർ എല്ലാം കൊണ്ടുവന്നത് അല്ലെ? അപ്പൊ DNA കാണപ്പെടുന്നത് ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ്. ഈ DNAയുടെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ജീനുകൾ കാണപ്പെടുന്നത്. ജീനുകൾ. എന്താ ഈ ജീനുകൾ എന്ന് പറയുന്നത്? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ സ്വഭാവമൊക്കെ നമുക്ക് വരും. നമ്മുടെ സ്വഭാവം നമ്മുടെ മക്കളിലേക്ക് പോകും. അങ്ങനെ സ്വഭാവങ്ങളെ തലമുറകൾ തോറും കൈമാറ്റം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ജീനുകളാ. സ്വഭാവം തലമുറ തോറും കൈമാറ്റം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനുകളാ. അതുകൊണ്ട് തന്നെ പാരമ്പര്യ സ്വഭാവത്തിന്റെ വാഹകർ അല്ലെങ്കിൽ ജീവന്റെ ബ്ലൂ പ്രിന്റ്, അത് എടുത്തു പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ജീവന്റെ ബ്ലൂ പ്രിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീനുകളാണ്. അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണ്, ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ആര് അല്ലെ ഏത്? അവിടെ ഓപ്ഷനിൽ DNA ഉണ്ട്, ജീനും ഉണ്ട്. നിങ്ങളുടെ ആൻസർ എന്താ എടുക്കുന്നത്? DNA ഉണ്ട്, ജീനും ഉണ്ട്. ആൻസർ ജീനാ. ഇവിടെ ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ജീനുകളാ. അതേപോലെ പാരമ്പര്യ സ്വഭാവത്തിന്റെ വാഹകർ, ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീനുകൾ അല്ലെ? ജീനുകൾ എവിടെ കാണപ്പെടുന്നത്? DNA എവിടെയാ? ക്രോമസോമിലാ. ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം ചുരുങ്ങിയാണ് ക്രോമസോം ഉണ്ടാവുന്നത്. ആ ക്രോമസോമിലാണ് DNA ഉണ്ടാവുന്നത്. ആ DNAയിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ മർമ്മത്തില് ചെറിയൊരു സുഷിരമുണ്ട്. അതായത് പുറത്തുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് മർമ്മത്തിൽ ഒരു ചെറിയൊരു സുഷിരമുണ്ട്. ആ ഒരു സുഷിരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മർമ്മരന്ധ്രം എന്ന് പറയും. എന്താണ് പറയുന്നത്? മർമ്മരന്ധ്രം എന്ന് പറയും. അത് കിട്ടിയല്ലോ. മർമ്മരന്ധ്രം എന്താന്ന് കിട്ടിയല്ലോ. അപ്പോ മർമ്മകം എന്ന് പറയുന്നത് ആ ഒരു കട്ടിയുള്ള ഭാഗമാണ്. മർമ്മസ്തരം എന്ന് പറയുന്നത് കോശസ്തരം പോലെ മർമ്മസ്തരം. മർമ്മദ്രവ്യം എന്ന് പറയുന്ന കോശദ്രവ്യം പോലെ മർമ്മദ്രവ്യം. ക്രോമാറ്റിൻ റെറ്റിക്കുലം ഈ മർമ്മസ്തരത്തിൽ കാണപ്പെടുന്ന നെറ്റ്വർക്ക് സ്ട്രക്ചർ. മർമ്മരന്ധ്രം കോശദ്രവ്യത്തിൽ അല്ലെങ്കിൽ കോശസ്തരത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരത്തെ വിളിക്കുന്ന പേരാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. കിട്ടിയോടാ? അതിൽ ജീനുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോട്ടാ. നല്ല ചോദ്യമാണ്. വന്നു കഴിഞ്ഞാൽ നോക്കടാ, സ്കോർ ചെയ്യാം. ഓക്കെ. ഈ കാര്യങ്ങൾ ഇവിടെ പറയാൻ കേട്ടോ. ആദ്യം മർമ്മകം. ഓക്കെ. ആദ്യം മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്?
ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ഇവയാണ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അങ്ങനെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മത്തിലുള്ള ഭാഗം ഏതാണ്? മർമ്മകമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വട്ടം ചോദിച്ചതാണ്. IMP ഇമ്പോർട്ടൻറ്റ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മത്തിലുള്ള ഭാഗം മർമ്മകമാണ്. അതുപോലെ മർമ്മദ്രവ്യം എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം. ഇവിടെയാണ് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എല്ലാം കാണപ്പെടുന്നത്. അതേപോലെ മർമ്മസ്തരം, മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ടപ്പാളി, ഇരട്ട സ്തരം. മർമ്മരന്ധ്രം, മർമ്മസ്തരത്തിലുള്ള സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് മർമ്മരന്ധ്രം. അത് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹനം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെയാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. മലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. അതിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ഈ ജീനുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ജീവന്റെ ബ്ലൂ പ്രിന്റ്, പാരമ്പര്യ സ്വഭാവത്തിന്റെ വാഹകർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ജീനുകളാണ്. കിട്ടിയല്ലോ? ഈ ഒരു കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മത്തിന്റെ ഭാഗം മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്. ഇംഗ്ലീഷിൽ നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയും, അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയും. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? നമുക്കിത് ഈ ഒരു ഭാഗം കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്തിയേക്കാം. എന്നിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് നിർത്തിയേക്കാം. ഓക്കെ, ശരി. ഈ ഒരു കൺസെപ്റ്റോട് പറയാം കൂടി ഒരു 10 മിനിറ്റ്. പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും. എന്താണ് ഈ പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും എന്ന് പറയുന്നത്? പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ല, നമ്മളിപ്പോ മർമ്മം പഠിച്ചു അല്ലെ? ചില ജീവികൾക്ക് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂക്യാരിയോട്ടുകൾ എന്ന് വിളിക്കും. യൂക്യാരിയോട്ടുകൾ അല്ലെ? വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് യൂക്യാരിയോട്ടുകൾ. പക്ഷെ ചില ജീവികളിൽ എന്ത് കാണത്തില്ല? വ്യക്തമായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ടാവത്തില്ല. അത്തരത്തിൽ വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോക്യാരിയോട്ടുകൾ അല്ലെ? ഇപ്പൊ ജീവികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ന്യൂക്ലിയസിന്റെ അടിസ്ഥാനത്തിൽ. വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികൾ യൂക്യാരിയോട്ടുകൾ എന്നും വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ നമ്മൾ പ്രോക്യാരിയോട്ടുകൾ എന്നും പറയുന്നു. യൂക്യാരിയോട്ടുകളും പ്രോക്യാരിയോട്ടുകളും. വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ വിളിക്കുന്ന പേര് പ്രോക്യാരിയോട്ടുകൾ എന്നാണ്. ആ പ്രോക്യാരിയോട്ടുകൾ, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ആ പ്രോക്യാരിയോട്ടിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, സൈനോബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അല്ലെ? ബാക്ടീരിയയും സൈനോബാക്ടീരിയയും മൈക്കോപ്ലാസ്മ എല്ലാം പ്രോക്യാരിയോട്ടുകൾക്ക് എക്സാമ്പിളാ. അവയ്ക്ക് വ്യക്തമായിട്ടൊരു മർമ്മം കാണപ്പെടുന്നില്ല. പക്ഷെ യൂക്യാരിയോട്ടിലോട്ട് വരുമ്പോൾ ഏതൊക്കെയാണ്? അമീബ, ജന്തുക്കള്, സസ്യങ്ങള്. അമീബയും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? യൂക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യൂക്യാരിയോട്ടുകൾ എന്താണ്, പ്രോക്യാരിയോട്ടുകൾ എന്താണ്? വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികൾ യൂക്യാരിയോട്ടുകളും, വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോക്യാരിയോട്ട് എന്ന് പറയും. ആ അമീബയൊക്കെ ഏതൊരു എക്സാമ്പിൾ ആണ് ചോദിച്ചാൽ എന്ത് പറയും? അമീബ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവിയാണ്, അതുകൊണ്ട് അവ യൂക്യാരിയോട്ടുകളാണ്. അമീബ, ജന്തുക്കള്, സസ്യങ്ങള് എല്ലാം യൂക്യാരിയോട്ടുകളാണ്. പക്ഷേ ഈ പറയുന്ന ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അവർക്ക് വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് അവയെല്ലാം വരുന്നത് എന്തിനുണ്ടല്ല? പ്രോക്യാരിയോട്ടിനുണ്ടല്ല. കിട്ടിയോ? അത് ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ആ ഒരു ഏരിയ കഴിയും. ഇത് ഓൾറെഡി നമ്മൾ സെൻട്രോസോം പറഞ്ഞു. അപ്പൊ സെല്ലിന്റെ ആ ഒരു ഏരിയ കഴിയും. കുറച്ച് പിന്നീട് നമ്മൾ കലകളിലേക്ക് കിടക്കും. അപ്പൊ സെല്ലും കലകളും കഴിഞ്ഞ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുക. ഒരു ക്ലാസ് കൂടെ വേണം. ആക്ച്വലി നമുക്ക് ഒരു ക്ലാസ് കൂടെ വേണം ഇത് കംപ്ലീറ്റ് ആക്കാൻ. അപ്പൊ ഇതും കൂടെ ഒന്ന് പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ ആ ഒരു ഏരിയ കഴിയും. ഇതുകൂടെ പറഞ്ഞോട്ടെ? കുഴപ്പമില്ലല്ലോ? ശരി. ചിലരൊക്കെ ലെഫ്റ്റ് അടിക്കുന്നല്ലോ, മടുത്തിട്ട് പോണായിരിക്കും അല്ലേ?
ആണോ? ഓക്കെ, ശരി. ഓക്കെ, ബയോളജി നല്ല സബ്ജക്റ്റ് അല്ലേ? നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, ശരി. ജൈവകണങ്ങള് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ മാത്രം, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഈ പറയുന്ന ജൈവകണങ്ങള് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ. അത് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, അത് നമുക്കറിയാം, ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ്. ഇവിടെ ജൈവകണം 3 തരത്തിലുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. അതിൽ ഹരിതകണം നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ഹരിതകണമാണ് നമുക്കറിയാം അല്ലെ? പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ് എന്ന് നമുക്കറിയാം. ഇനി വർണ്ണകണം, ഇവിടെ ഇലകളെ സസ്യങ്ങളിൽ പച്ച നിറം മാത്രമാണോ? അല്ല, ഈ പറയുന്ന മഞ്ഞ നിറമുണ്ട് അല്ലെ, ഓറഞ്ച് നിറമുണ്ട്, അതുപോലെ ചുവപ്പ് പർപ്പിൾ നിറങ്ങളുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന വർണ്ണകണങ്ങളിൽ ചില വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങളാണ് ഏതെന്ന് പറഞ്ഞാൽ, ഒന്ന് സാന്തോഫിൽ മഞ്ഞ നിറം. സാന്തോഫിൽ എന്ത് നിറമാണ് നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ നിറം. കരോട്ടിൻ നിങ്ങൾ ക്യാരറ്റ് ഓർത്താൽ മതി. കരോട്ടിൻ നേരെ ക്യാരറ്റ് ഓർക്കുക. ക്യാരറ്റ് നിറം എന്താ? ഓറഞ്ച്, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. കരോട്ടിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാരറ്റ് ഓർക്കണം. ക്യാരറ്റ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ഇനി ആന്തോസയാനിൻ നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. ഇവിടെ വർണ്ണകണങ്ങൾ എന്ന് പറയുന്ന സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന ഭാഗങ്ങളാണ്. ആ നിറം നൽകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരോട്ടിൻ, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ ആണ്. അതിൽ സാന്തോഫിൻ മഞ്ഞ നിറവും കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവും ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങളുമാണ്. ഓക്കെ അല്ലേ? ആ വർണ്ണകത്തിന്റെ പേരും കളറും. വർണ്ണകണങ്ങൾ 3 നിറങ്ങളായിട്ട് കാണപ്പെടും. ഒന്ന് സാന്തോഫിൽ മഞ്ഞ നിറം. കരോട്ടിൻ ക്യാരറ്റ് ഓർക്കുക, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ 2 നിറങ്ങളുണ്ട്, ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. ഓക്കെ അല്ലേ? പിന്നീടാണ് ശ്വേതകണം എന്ന് പറയുന്നത്. ശ്വേതകണത്തിന് പ്രത്യേകിച്ച് നിറങ്ങളില്ലാത്ത ഭാഗമാണ് കേട്ടോ. നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണം എന്ന് പറയുന്നത്. അതിന്റെ മേജർ ഫംഗ്ഷൻ ആഹാര വസ്തുക്കളുടെ സംഭരണം നടത്തുന്ന കോശങ്ങളാണ് ശ്വേതകണങ്ങൾ അല്ലെ? ആഹാര വസ്തുക്കൾ പ്രധാനമായിട്ടും സംഭരണം ചെയ്യുന്നത് ഈ പറയുന്ന ശ്വേതകണങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ശ്വേതകണങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു തന്നെയാണ്? വർണ്ണകണത്തിന് തന്നെയാണ്. വർണ്ണകണം 3 ടൈപ്പ് ഉണ്ട്: സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. എന്തൊക്കെയാ? ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. ഓക്കെ അല്ലടാ? ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ഇല്ലേ, നമ്മുടെ സെക്ഷൻ തീർന്നിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത സെക്ഷനിൽ നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആക്കി, കോശം കംപ്ലീറ്റ് ആക്കി, നമ്മൾ കലകളും കംപ്ലീറ്റ് ആക്കി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആദ്യം മൈക്രോസ്കോപ്പ് പഠിച്ചു. അവിടെ കണ്ടൻസറും ഡയഫ്രവും അതേപോലെ മിററും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. കോശവുമായിട്ട് ബന്ധപ്പെട്ട് റോബർട്ട് ഹൂക്കിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പറഞ്ഞു. പിന്നീട് സസ്യകോശത്തിൽ കാണപ്പെടുന്നതും ജന്തുകോശത്തിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള കോശാംഗങ്ങളും അവരുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. വലുത് ചെറുത് കോശങ്ങൾ പറഞ്ഞു, കൂടുതലുള്ള കോശങ്ങൾ നമ്മൾ പറഞ്ഞു. സയന്റിസ്റ്റുകൾ റോബർട്ട് ബ്രൗണ്, MJ സ്ലീഡൻ, തിയോഡർ ഷാൻ, റുഡോൾഫ് വിർഷോ എന്നിവരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കോശ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കോശത്തിന്റെ ധർമ്മവും ജീവദ്രവ്യവും കോശദ്രവ്യവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പേനം, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതേപോലെ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും വരെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു നിർത്തിയത്. അവസാനം നമ്മൾ പറഞ്ഞത് ജൈവകണങ്ങൾ, അതിൽ വർണ്ണകണങ്ങൾ, അവയുടെ നിറങ്ങൾ. സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് ക്ലിയർ ആക്കിയിട്ട് പോകാം. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കിയായിരുന്നല്ലോ.
ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആ നോട്ട്സ് ഒന്നും കൂടി ഒന്ന് ഇരുത്തി വായിച്ചിട്ട് നിങ്ങൾ മടക്കി വെക്കുക. നിങ്ങൾ ലൈവ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ബുക്ക് അടച്ചു വെക്കരുത്. നിങ്ങൾ തയ്യാറാക്കിയ ഷോർട്ട് നോട്ട് നിങ്ങളൊന്ന് വായിച്ചിട്ട് ബുക്ക് മടക്കി വെക്കാനായിട്ട് ശ്രമിക്കുക.